നിങ്ങൾ നേരത്തെ തുടക്കത്തിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി പോലും അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് കുറച്ച് നേരത്തെ ഞാൻ കണ്ടു. അദ്ദേഹം പോലും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി മതവിശ്വാസികൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ധാർമ്മികമായി ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ടാണ് ഇത്തരം വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസത്തിനും അവരുടെ ശാരീരികമായ മാനസികമായ ആരോഗ്യത്തിനൊക്കെ സഹായകരമാവുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതെങ്കിൽ അത് ഈ രീതിയിൽ എതിർക്കപ്പെടില്ലായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് കേട്ടത്. അപ്പോൾ അത് ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വറുമായി നടത്തിയ ചർച്ചകൾക്കിടയിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള വേദികളുണ്ട്, PTA കമ്മിറ്റികൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം സംവിധാനങ്ങളുടെ അഭിപ്രായങ്ങളോ അത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചകളോ ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായി എന്തുകൊണ്ട് നടന്നില്ല എന്ന സ്വാഭാവികമായൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായൊരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരം ചർച്ചകൾ നടക്കേണ്ടതല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ആലോചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കണ്ടേ ഇത്തരം ഒരു കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഇത് പെട്ടെന്ന് ഒരു പരിപാടി ലഹരി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരാശയം, ആ ആശയം കോട്ട് ചെയ്തുകൊണ്ട് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കും എന്ന് പറയുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റു മന്ത്രിമാർ രംഗത്ത് വരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരാലോചന ഇല്ലാതെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് നടപ്പിൽ വരുത്തേണ്ട ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭൂരിഭാഗം വരുന്ന നിർബന്ധ ബുദ്ധിയോടെ നടപ്പിലാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ്. ഇതുതന്നെ ചെയ്യണം എന്നതുപോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, തുടക്കത്തിൽ തന്നെ വളരെ തെറ്റിദ്ധാരണാജനകമായ എന്തെങ്കിലും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇത് നിർബന്ധ ബുദ്ധിയോടെ അല്ല പറഞ്ഞിരിക്കുന്നത്, അതുതന്നെ വേണം എന്നതുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഇവിടെ വായിച്ച ദേശാഭിമാനി പത്രത്തിൻ്റെ വാർത്തയിൽ വളരെ കൃത്യമായി പറയുന്നത്, സ്കൂൾ തുറന്നാലുടൻ മുഴുവൻ വിദ്യാർത്ഥികളെയും സൂംബ ഡാൻസ് ചെയ്യിപ്പിക്കും, അങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പറയുന്നത്. അല്ല, ഇപ്പോൾ ശരി, അത് ദേശാഭിമാനിയിൽ കൂടെയാണ് അല്ല സംസ്ഥാന സർക്കാരിന്റെ ജിയോ എന്നും പുറത്തിറങ്ങുന്നത് എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തേത്, സ്കൂളിൽ തന്നെ അത് പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടോ ആൺകുട്ടികൾക്ക് മാത്രമായിട്ടോ സ്കൂൾ യൂണിഫോമും ധരിച്ച് രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള അവസ്ഥയാണ്. ഇതൊക്കെ നമുക്ക് സ്കൂൾ തലത്തിൽ ചർച്ച ചെയ്യാൻ പറ്റും. സ്കൂൾ മാനേജ്മെന്റുകൾക്ക് PTA വിശ്വാസത്തിലെടുത്ത് വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഇഷ്ടവും അവരുടെ അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് എങ്ങനെയാണോ ആ രീതിക്കോ നടപ്പിലാക്കാൻ കഴിയും. അല്ലാതെ നിന്ന നിൽപ്പിൽ നാളെ മുതൽ ഈ വേഷത്തിൽ കുട്ടികൾ വരണമെന്നൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പില്ല എന്നത് നമുക്കറിയാവുന്നതല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച നടക്കാതെ പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നോ? അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം ചർച്ചകളിലേക്ക് പോകാൻ ഇത് നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞിട്ടില്ല. ദേശാഭിമാനി പത്രത്തിലല്ല കേരളത്തിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ പുറത്തു വരുന്നത്. അത് പുറത്ത് ആ രീതിയിലാണ് എങ്കിൽ നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇത് തുടക്കത്തിലെ ചാടിക്കയറിയുള്ള ഒരു പ്രതികരണമായി പോയില്ലേ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങേക്ക് വരാം.